എന്തുകൊണ്ടാണ് ഇത്രയും സഹോദരിമാർ ആത്മഹത്യയിലേക്ക് എത്തുന്നത്? വിസ്മയ, ഉത്തര, വിഭജിക, ഇപ്പോഴിതാ അതുല്യയും. ഓരോ പേരിന് പിന്നിലും ഓരോ കഥകളാണ്. നമ്മൾ എല്ലാവരും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? സ്നേഹവും കരുതലും സപ്പോർട്ടൊക്കെ ആണല്ലേ. എന്നാൽ പലർക്കും കിട്ടുന്നത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ്. ഈ പെൺകുട്ടികളുടെയൊക്കെ മരണത്തിന് പിന്നിൽ അവരുടെ ഭർത്താക്കന്മാരോ വീട്ടുകാരോ മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളും ഇതിന് ഉത്തരവാദികളാണ്. എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരോടാണ്. നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ ബാധ്യത ഒഴിഞ്ഞു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതാണ്ടിരിക്കുക. അവർ ആ വീട്ടിൽ ഓക്കെ അല്ലേ, അവർക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്വേഷിക്കുക. ഇനി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് അയാളെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, അയാൾ എന്നെ എപ്പോഴും അടിക്കുകയാണ് ഇടിക്കുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അവരെ വീട്ടുകാരെ കൂടെ താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, അവർ പറയുന്ന കാര്യത്തെ പറ്റി ഒന്ന് അന്വേഷിക്കുക. ഇൻ കേസ് കുട്ടികൾക്ക് അവിടെ തീരെ താമസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരിക. അതല്ലാണ്ട് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, കുറച്ചൊക്കെ സഹിക്കുകയൊക്കെ വേണ്ടി വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും, കുട്ടികൾക്ക് വേണ്ടി നീ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ, ഇനിയിപ്പോൾ നീ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ളവരൊക്കെ എന്താ പറയുക, മോശമല്ലേ, ഇത്തരം ക്ലീശ ഡയലോഗൊന്നും പറയാണ്ടിരിക്കുക. ഒരു കാര്യമില്ലാണ്ട് ഒരാളുടെ അടിയും ഇടിയും ചവിട്ടും കൊണ്ട് നിൽക്കേണ്ട എന്ത് കാര്യമാണ് ഒരു പെൺകുട്ടിക്ക് ഉള്ളത്? ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കല്യാണം എന്നുള്ളത് മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.